നിങ്ങളുടെ ഉദരവും ബാങ്ക് ബാലൻസും തമ്മിൽ ബന്ധമുണ്ട്. അത്ഭുതപ്പെടുന്നുണ്ടോ ഇത് കേൾക്കുമ്പോൾ? തീർച്ചയാണ്. നമ്മളുടെ ഉദരം അല്ലെങ്കിൽ ദഹന വ്യവസ്ഥ മെച്ചപ്പെട്ടില്ലെങ്കിൽ നമ്മൾക്ക് ശാരീരികമായും മന്ദതയുണ്ടാകും, നമ്മളുടെ ബുദ്ധി മന്ദതയുണ്ടാകും, മാനസിക പിരിമുറുക്കം ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ദഹന വ്യവസ്ഥയും നമ്മളുടെ ഏഹ്, പ്രവൃത്തിയും അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. അസ്വസ്ഥമായ ഒരു മനസ്സുമായി എങ്ങനെ നമുക്ക് ഒരു പുതിയ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യമാകും? അല്ലെങ്കിൽ നമ്മുടെ ശമ്പള വർധനവ് നമുക്ക് ചോദിച്ചു വാങ്ങാൻ സാധിക്കും? തീർച്ചയായും സാധിക്കില്ല, അല്ലേ? അസ്വസ്ഥമായ ഒരു മാനസിക പിരിമുറുക്കത്തോടു കൂടി നമ്മൾ എങ്ങനെ നല്ല രീതിയിൽ പ്രവൃത്തിയെടുക്കാൻ സാധിക്കും? ഇതൊന്നും സാധ്യമല്ല. ദഹന വ്യവസ്ഥ നന്നായില്ലെങ്കിൽ നമുക്ക് മാനസിക പിരിമുറുക്കം, മന്ദത, മറ്റു ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകൾ എല്ലാം ഉണ്ടാവും. ഇത് നമ്മളുടെ പ്രവർത്തനത്തെ, നമ്മുടെ ബിസിനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ഇൻകം കൊണ്ടുവരുന്ന നമ്മുടെ പ്രവൃത്തിയെ ഒക്കെ ബാധിക്കുന്നതാണ്. അപ്പോൾ നല്ല ഒരു രീതിയിലുള്ള ദഹന വ്യവസ്ഥ ഉണ്ടെങ്കിൽ, ദഹന വ്യവസ്ഥയെ നമ്മൾ രണ്ടാമത്തെ തലച്ചോറ് എന്നാണ് പറയുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ള ദഹന വ്യവസ്ഥ ഇല്ലെങ്കിൽ നമ്മുടെ ശാരീരിക മാനസികമായ പ്രവർത്തനത്തെ അത് തടയുന്നു. അപ്പോൾ ആദ്യം നിങ്ങളുടെ വയറിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ദഹന വ്യവസ്ഥയെ സന്തോഷിപ്പിക്കൂ. എങ്കിൽ നിങ്ങളുടെ ധൈര്യം താനെ വർദ്ധിച്ചുകൊള്ളും. നല്ല ദഹനത്തിനായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? താഴെ കമന്റ് ചെയ്യുക.